ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സിമ്പിൾ ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. 4 മണി പലഹാരം, ചായയുടെ കൂടെയൊക്കെ കുടിക്കാൻ പറ്റുന്നൊരു പലഹാരമാണ്. വേറെ ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള 1-2 സാധനം മതി. സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ ഇത് അവിലാണ്. അവില് ഇങ്ങനെ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്കിത് പൊരിച്ചെടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് പൊരിച്ചെടുക്കുക. ഇതൊന്ന് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പം ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് അത് കോരണ്ട, ഇങ്ങനെ തന്നെ ഇങ്ങോട്ട് എടുക്കുക. കണ്ടു. അപ്പം ഇങ്ങനെ ഒരു പാത്രം ഉണ്ടെങ്കിൽ ഇതിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കോരിയെടുക്കുക. നമ്മൾ എണ്ണയിലിട്ടത് ഇങ്ങനെ പറന്നു നടക്കും, നമുക്ക് കോരാൻ പറ്റില്ല. ഇതായിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ നന്നായി തട്ടിക്കളഞ്ഞിട്ട് നമുക്ക് വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഈ അവിലിലെ കളറാണ് ഇട്ടത്. നമ്മൾ ഇങ്ങനെ ഒരു പേപ്പർ ഇട്ടിട്ട്, ടിഷ്യൂ പേപ്പറോ ഇട്ടിട്ട് ഇങ്ങനെ ഇതിലേക്ക് മാറ്റാം. നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. ഇതായിട്ടുണ്ട്, നമുക്ക് എടുക്കാം. ഇത് കുറച്ച് കപ്പലണ്ടി കേട്ടോ, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് നമ്മൾ റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി കേട്ടോ, പച്ച കപ്പലണ്ടി ആണെങ്കിലും. ഇതിപ്പോൾ കപ്പലണ്ടി എണ്ണയിലിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇതിൽ തന്നെ ഇട്ടു എന്ന് മാത്രം. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് എടുക്കാം. കപ്പലണ്ടിയുടെ കൂടെ അണ്ടിപ്പരിപ്പോ തേങ്ങാക്കൊത്തൊക്കെ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒന്നും ഇട്ടിട്ടില്ല, ഇങ്ങനെ ഇട്ടേക്കണേ. ചൂട് ഇതൊരു സിമ്പിൾ പരിപാടിയാണ്. ഞാനൊരു വീഡിയോ കണ്ടതാണ്. അവര് മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഞാനൊരു ലേശം മുളക് പൊടി, ഒരു കളറിന് ഇടാം. അവര് മുളക് പൊടിയൊന്നും ചേർത്തില്ല. അതുപോലെ ഒരു നുള്ള് ഉപ്പ്. അതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പ്, തേങ്ങാക്കൊത്ത്, നമുക്ക് മിക്സറിലിടുന്ന ഇതൊക്കെ വേണമെങ്കിൽ ഇടാം. ഇത് പക്ഷെ ഇങ്ങനെ കഴിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ കഴിക്കാൻ. നമുക്ക് ഇതിലേക്ക് ഇത് മാറ്റാം. എണ്ണ കുടിച്ചിട്ടുണ്ട് പേപ്പറിൽ, വറുത്താണല്ലോ എടുത്ത്. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കുക. കുറച്ച് കപ്പലണ്ടി അവിലുണ്ടെങ്കിൽ അവില് എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് എടുക്കണേക്കാട്ടി നല്ലത് ചെറിയൊരു പാത്രം എണ്ണയിൽ മുങ്ങിയിരിക്കണത് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇങ്ങോട്ട് എടുക്കണതാണ് നല്ലത്. അവില് പെട്ടെന്ന് മൊരിയും. അപ്പം എണ്ണയിലിട്ടാൽ നമുക്ക് കോരാനും പറ്റില്ല. അപ്പം അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഏറ്റവും സിമ്പിൾ പരിപാടിയാണ്. കട്ടൻ ചായയുടെ കൂടെ നല്ലതാണ്. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക.